തലപജ. ബ്ലോക്ക് ബസ്റ്റർ പോക്കിരിക്ക് ശേഷം അതേ ടീംസ് ഒരുമിച്ചൊരു പടം. ഞാനൊക്കെ പോക്കിരി 2 ആണെന്നും വരെ പറഞ്ഞു നടന്നൊരു പടം. വില്ല് ടൈറ്റിലിൽ വരെ ഡയറക്ടർ ബ്രില്യൻസ് ആണ്. എനിക്ക് അപ്പോഴേ തോന്നി അപ്പൊ പടം തുടങ്ങുമ്പോ തന്നെ വിജയണ്ണൻ ഇൻട്രോ കാണിച്ചിട്ടാണ്. ഒരു സ്ട്രീറ്റിൽ വൻ അനീതി നടന്നുകൊണ്ടിരിക്കുകയാവും. അപ്പോൾ അവിടുത്തെ നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി ഒരു സൂപ്പർ ഹീറോ പോലെ ഏതോ പാവം പിടിച്ച പെണ്ണുങ്ങൾ അറയിൽ ഉണക്കാനിട്ട സാരില്ലാം എടുത്തു ചുറ്റി അങ്ങോട്ടേക്ക് വരികയാണ് വിജയണ്ണൻ. അപ്പൊ നാട്ടുകാരൊക്കെ ഇതാരുടെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്ന പുതിയ സൂപ്പർ ഹീറോ എന്നൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാവും. അതൊന്നുമല്ല, ഈ സൂപ്പർ ഹീറോ അപരാധത്തിന്റെ പേരാണ് പോക്കിരിമാൻ. ഇതിൽ വിജയണ്ണൻ ഭയങ്കര ചില്ലായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ചില്ലെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ചില്ല് കണ്ടാലും വിജയണ്ണൻ അപ്പടിച്ചു പൊട്ടിക്കും. അപ്പൊ ഗൈസ്, വിജയണ്ണൻ ഇൻട്രോ കഴിഞ്ഞു. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? യെസ്, ദി ഇൻട്രോ സോങ്. അണ്ണന്റെ ഇൻട്രോ സോങ്സിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. അതായത് ആദ്യം കുറച്ച് സ്മൂത്ത് ആയിട്ട് കുറച്ച് ഇമോഷണലോ അല്ലെങ്കിൽ കുറച്ച് മോട്ടിവേഷണൽ ലൈൻസോ അങ്ങ് പാടും. ഫോർ എക്സാമ്പിൾ, അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു വൺ ഹുക്ക് ലൈൻ ആണ്. സെയിം പരിപാടി തന്നെയാണ് ഇതിലും. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വിജയണ്ണൻ എപ്പോ ഇമോഷണൽ ആയാലും ഖുഷ്ബു എവിടുന്ന് ഓടി വന്ന് ഒരു ഡാൻസ് അങ്ങ് കളിക്കും. ഉദാഹരണത്തിന്, ഞാൻ നാട്ടുകാരെയൊക്കെ സഹായിക്കുമെന്ന് പറഞ്ഞൊരു ലൈൻ പാടും വിജയണ്ണൻ. അപ്പൊ തന്നെ ദാ വരുന്ന് ഖുഷ്ബു ഹുക്കും പാടിക്കൊണ്ട്. എന്നാലും ഇത് എവിടുന്ന് വരുന്നടാ ഈ കറക്റ്റ് ടൈമില് ഡാൻസും കളിച്ചോണ്ട്? ഇനി വിജയണ്ണൻ ഡാഡിനെയും മമ്മീനെയും പറ്റി ഇമോഷണൽ ആയ ഒരു ലൈൻ പാടുകയാണ്. വിജയണ്ണൻ ഇമോഷണൽ ആയ പിന്നെ അറിയാലോ, അപ്പൊ തന്നെ പീരിയഡ്സ് എന്റെ കാമുകിക്ക് പോലും ഇല്ല ഈ സോങ്ങിലുള്ള അത്ര മൂഡ് സ്വിങ്സ്. പിന്നീട് കാണിക്കുന്നത് റാക്കോ എന്ന് പറഞ്ഞൊരു വെപ്പൺ ഡീലറിനെ പിടിക്കാൻ വേണ്ടി പോലീസുകാരൊക്കെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നതാണ്. അതിലെ മെയിൻ പോലീസാണ് മനോജ് കെ ജയൻ. മൂപ്പര് ഇന്ത്യയിലേക്ക് റാക്കോ വരുന്നുണ്ടെന്നുള്ള ഇൻഫോർമേഷൻ അപ്പൊ തന്നെ വിജയണ്ണന് കൈമാറും. എന്നിട്ട് റാക്കോനെ പോയി കിഡ്നാപ്പ് ആക്കി കൊണ്ടുവരാൻ പറയും. അങ്ങനെ ഒരു ബന്ധമാണ് ഇവർ തമ്മിൽ. എന്നിട്ട് മൂന്നാമതൊരാൾ അറിയാൻ പാടാത്ത ഒരു സീക്രറ്റും വിജയണ്ണൻ അങ്ങ് പറഞ്ഞു കൊടുക്കും. ഹലോ, ടെസ്റ്റിംഗ്, ചെവി ടെസ്റ്റിംഗ്. ഗൈസ്, ഇത് നിങ്ങളുടെ ചെവി അടിച്ചു പോയതൊന്നുമല്ല. മൂന്നാമതൊരാൾ അറിയാൻ പാടാത്ത സീക്രട്ട് ആയതുകൊണ്ട് എഡിറ്റർ മ്യൂട്ട് ആക്കി കളഞ്ഞതാണ്. അങ്ങനെ ആ റാക്കോനെ പിടിക്കാൻ വേണ്ടി പോലീസുകാരൊക്കെ വേഷം മാറി റാക്കോ വരുന്ന കപ്പലിൽ കയറി ഇരിക്കുകയാവും. അപ്പത്തും നമ്മുടെ വിജയണ്ണൻ നീന്തി വന്ന കപ്പലിൽ കയറും. എന്നിട്ട് ആ റാക്കോനെ പോലീസുകാർ കാണാതെ ഒളിപ്പിച്ചിട്ട് റാക്കോനോട് അണ്ണൻ പറയും, എടാ നീ ഇപ്പൊ അങ്ങോട്ട് പോകല്ലേ, താഴെ പോലീസാടാ, നീ അവന്മാരുടെ ഷൂ നോക്ക്, പോലീസ് ഷൂ ആണെന്നൊക്കെ. ഇത്രയൊക്കെ ഗെറ്റപ്പ് ചേഞ്ച് നടത്തിയിട്ടും ആ ഷൂ ഒന്നും മാറാനുള്ള ബോധമില്ലാത്ത നിങ്ങളൊക്കെ എവിടുത്തെ പോലീസാടാ? അങ്ങനെ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നിൽക്കുമ്പോഴാവും റാക്കോനും വിജയണ്ണനെയും പോലീസുകാർ കടന്നത്. അതോടെ അവർ രണ്ടുപേരും കൂടി ഒരു കണ്ടെയ്നറിൽ കയറി അങ്ങ് ഒളിക്കും. എന്നിട്ട് അവര് അതിൻ്റെ ഉള്ളിൽ ഒരു വാട്ടർ ബൈക്ക് എടുത്ത് കടലിലേക്ക് ഒരൊറ്റ ചാട്ടമാണ്. എന്താ അത്? അതിന് വല്ല ചക്രമുണ്ട് അതിന്റെ മുകളിൽ ചാടി വരാൻ? ഇങ്ങനെയൊന്നും പറയരുതിട്ട്. എങ്ങനെ പിന്നീട് കടലിൽ പോലീസുകാരുമായി വൻ ചേസിംഗ് സീനാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴതാ വിജയണ്ണന്റെ മുൻപില് വലിയൊരു ബോട്ട് വരുന്നു. അപ്പൊ തന്നെ വിജയണ്ണൻ ആ വാട്ടർ ബൈക്കും കൊണ്ട് കടലിന്റെ അടിയിലേക്ക് പോകും. എന്നിട്ട് പൊന്തി വരും. അയ്യോ സോറി, പടം മാറി. അങ്ങനെ ആ പരന്ന് കിടക്കുന്ന കടലിൽ വെച്ച് പോലീസുകാരുടെ കണ്ണും വെട്ടിച്ച് അണ്ണൻ റാക്കോനെയും കൊണ്ട് ഒളിച്ചിരിക്കും. ആ നടുക്കടലിൽ അവരുടെ കണ്ണും വെട്ടിച്ച് എവിടെ ഒളിച്ചിരിക്കാനാണ് നിങ്ങൾ? അതിനോട് പ്രസക്തിയില്ല. സോ ഗൈസ്, അങ്ങനെ റാക്കോനെ അണ്ണൻ രക്ഷിക്കും. എന്നിട്ട് അണ്ണൻ അവനെ കടലിലിട്ട് കൊല്ലും. പിന്നെ എന്തിനാണോ താൻ ഇത്ര കഷ്ടപ്പെട്ട് അങ്ങനെ രക്ഷിച്ചേ? അതാണ് എന്റെ വിജയണ്ണൻ. പിന്നെ കാണിക്കുന്നത് വിജയണ്ണൻ ഒരു കല്യാണം കൂടാൻ വേണ്ടി ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നതാണ്. ആ പോണ വഴിക്കാണ് അണ്ണൻ നമ്മുടെ നയൻതാരയുടെ കുളിസിയും കാണുന്നത്. അതിലൊരു ചെറിയൊരു വേഷം അങ്ങനെ അണ്ണൻ ഒളിഞ്ഞു നോക്കുന്നത് കണ്ടതും നയൻതാര ആകെ ദേഷ്യം വന്ന് വളരെ സംഗീതാത്മകമായി അണ്ണനെ തെറി വിളിക്കും. പിന്നെ അണ്ണനും നയൻതാരയും വടിവേലും കൂടി ആ കല്യാണ വീട്ടിൽ കിടന്ന് കോമഡിയാണെന്ന് പറഞ്ഞ് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുകയാണ്. അങ്ങനെ കോപ്രായങ്ങളൊക്കെ കണ്ട് നയൻതാരയ്ക്ക് ഇമാജിനർ റൊമാൻസോഫിലിയ വരികയാണ്. എന്നിട്ട് നമ്മുടെ അണ്ണനോട് കടുത്ത പ്രേമമാവുകയാണ്. പിന്നെ എന്ത് നോക്കാൻ, അണ്ണന് ഡാൻസ് കളിക്കാൻ വേണ്ടി ഒരാളെ കൂടി കിട്ടിയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ട് ഡാൻസോട് ഡാൻസ് ആണ്.
ഇവിടെ നയൻതാരയുടെ ഡാൻസിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇവരുടെ കൈയും കാലും കൊണ്ടുള്ള മൂവ്മെന്റ്സിനെക്കാട്ടും കൂടുതൽ മറ്റൊരു അവയവം കൊണ്ടുള്ള മൂവ്മെന്റ്സ് ആണ് കൂടുതലുള്ളത്. ഐ മീൻ ഹെർ മൗത്ത്. വായ കൊണ്ട് മൂൺ വാക്ക് വരെ കളിക്കുന്ന നയൻതാര. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന രഹസ്യം നമ്മൾ അറിയുന്നത്. അതെന്താന്ന് വെച്ചാൽ ഈ നയൻതാരയെ സെറ്റാക്കിയതൊക്കെ അണ്ണന്റെ ഒരു മിഷന്റെ പ്ലാൻ ആയിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ അണ്ണൻ ആദ്യം കൊന്ന റാക്കോന്റെ ബിസിനസ് പാർട്ണറാണ് പ്രകാശ് രാജ്. ആ പ്രകാശ് രാജിന്റെ മോളാണ് നമ്മുടെ നയൻസ്. സോ പ്രകാശ് രാജിലേക്ക് എത്താനാണ് ഈ ത്യാഗങ്ങളൊക്കെ നമ്മുടെ അണ്ണൻ സഹിച്ചത്. ചങ്ക് പൊട്ടാണ് ഈ വിജയണ്ണന്റെ സിനിമയോടുള്ള ഡെഡിക്കേഷൻ കാരണം. ഈ പ്രകാശ് രാജിനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങേരും അങ്ങേരുടെ ഫ്രണ്ട് ഷാനും കൂടി വൻ വെപ്പൺ ഡീലിംഗ്സ് നടത്തുന്ന ഗംഭീര ഡോണുകളാണ്. ഇവന്മാരുടെ എന്റർടൈൻമെന്റ് എന്താന്ന് വെച്ചാൽ ചുമ്മാ ചായലും മധുരം കൂടിയെന്നൊക്കെ പറഞ്ഞ് കൂടെയുള്ളവന്മാരെ വെടിവെച്ച് കൊല്ലും. എനിക്കതല്ല, എപ്പോ വേണേലും ചാവുമെന്നറിഞ്ഞിട്ടും ഇവന്മാരൊക്കെ എന്ത് വിശ്വസിച്ചിട്ടാണാവോ അവിടെ ജോലിക്ക് നിൽക്കുന്നേ. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ പോലും ഞങ്ങൾ റെഡിയാണ് സാർ. സോ ഗൈസ്, അങ്ങനെ വിജയണ്ണൻ നയൻതാരനും കൂട്ടി അണ്ണന്റെ കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി പ്രകാശ് രാജിന്റെ അടുത്തേക്ക് പോകും. പക്ഷെ വിജയണ്ണനെ കണ്ടതും പ്രകാശ് രാജിന് തീരെ ഇഷ്ടമാവില്ല. എന്റെ മോൾക്ക് വേണ്ടി ഒരു ഗവൺമെന്റ് ജോലിക്കാരനെയാണ് ഞാൻ നോക്കുന്നതെന്ന് പറയും. അത് അണ്ണനും ഇഷ്ടമാവില്ല. അപ്പൊ തന്നെ അണ്ണന്റെ ബെൽറ്റ് ഒരു വാളാക്കി പ്രകാശിന്റെ കഴുത്തിൽ വെക്കും. ഈ സമയത്താണ് ഒരു തസ്കര വീരൻ ലെവൽ ട്വിസ്റ്റ്. ഈ പ്രകാശൻ ഒറിജിനൽ പ്രകാശനല്ല, അതൊരു ഡ്യൂപ്പായിരുന്നു. അങ്ങനെ തന്റെ കഴുത്തിൽ വാള് വെക്കാനുള്ള അണ്ണന്റെ ഈ ധൈര്യം കണ്ട് ഇംപ്രസ് ആയ പ്രകാശൻ നമ്മുടെ വിജയണ്ണന് അതീവ രഹസ്യമായ ഒരു മിഷൻ കൊടുക്കും. സീക്രട്ടാ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഥയിൽ ഒരു വലിയ ട്വിസ്റ്റ് വരുന്നത്. ആ പ്രകാശന്റെ ഫ്രണ്ട് ഷാനിന്റെ മോനാണത്രേ നമ്മുടെ വിജയണ്ണൻ. ഈ കാര്യം ഷാൻ അറിഞ്ഞത് ഇന്നലെ വിജയണ്ണൻ പോയി പറഞ്ഞപ്പോഴാണ്. അപ്പൊ തന്നെ അതങ്ങോട്ട് അക്സെപ്റ്റ് ആക്കി, ശരിയാടാ നീ എന്റെ മോൻ തന്നെയാടാ എന്നും പറഞ്ഞു ആ മണ്ടൻ അയാളുടെ കമ്പനിയുടെ ടോപ്പ് സീക്രറ്റ്സ് ഒക്കെ വിജയണ്ണന് പറഞ്ഞു കൊടുക്കും. ആ സീക്രട്ട് എന്താന്ന് വെച്ചാൽ എന്റെ കയ്യിൽ എന്റെ ബിസിനസ് പാർട്ണർ പ്രകാശന്റെ ഒരു തുണ്ട് CD ഉണ്ടെന്ന്. അതിന് നീ വേണം സൂക്ഷിക്കാൻ എന്ന് പറഞ്ഞ് വിജയണ്ണന്റെ കയ്യിൽ കൊടുക്കും. അങ്ങനെ ആ CD കിട്ടി അവിടുന്ന് ഫ്ലൈറ്റിൽ തിരിച്ചു പോകുമ്പോഴാണ് അണ്ണൻ ഷാനിനോട് ആ ട്വിസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നത്. എടാ മണ്ട, ഞാൻ നിന്റെ മോനൊന്നുമല്ല, ഒരു വിജയ് പടത്തിൽ വിജയുടെ ഡാഡി വിജയ് തന്നെ ആവുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാതായോടെ നിനക്ക് എന്ന് പറഞ്ഞ് അണ്ണൻ ആ ഷാനിനെ കൊല്ലാൻ നോക്കും. പിന്നെ നടക്കുന്നത് വിജയണ്ണന്റെ മിഷൻ ഇമ്പോസിഷൻ ആണ്. വിജയണ്ണൻ ആ പറന്നു പോകുന്ന ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങും. എന്നിട്ട് ഷാനിനെ അതിൽ ലോക്കാക്കി ആ ഫ്ലൈറ്റ് ഒരു മലയിൽ കൊണ്ട് ഇടിപ്പിച്ച് ഷാനിനെ കൊല്ലും. എന്നിട്ടൊരു പാരച്യൂട്ടിൽ വന്ന് നയൻതാരയുടെ ബോട്ടിൽ കയറി ഡാൻസ് കളിക്കാൻ പോകും. അപ്പൊ ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ അണ്ണന് പ്രകാശ് രാജ് പറഞ്ഞു കൊടുത്തൊരു സീക്രട്ട് ഇല്ലായിരുന്ന അതാണ്. ഇപ്പൊ ഷാനിനെ കൊന്ന് എന്റെ തുണ്ട് സീറ്റ് എടുത്തുകൊണ്ട് വന്നാൽ നിനക്ക് എന്റെ മോളെ ഞാൻ കെട്ടിച്ചു തരാമെന്ന്. അങ്ങനെ ആ മിഷൻ തീർത്ത് സീഡിയും കൊണ്ട് അണ്ണൻ പ്രകാശിന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് ആ ഷാനിന്റെ ആൾക്കാർ വന്ന് അണ്ണന് വട്ടമിടുന്നത്. അപ്പതാ അണ്ണൻ ആ കാറുകൾ മൊത്തം ബോംബിട്ട് അങ്ങ് പൊട്ടിക്കും. എന്നിട്ട് അതിന്റെ നടുവിലൂടെ ഇങ്ങനെ നടന്നു വരും. എന്നിട്ട് അവിടുന്ന് അണ്ണൻ നേരെ പ്രകാശിന്റെ അടുത്ത് പോകും. അപ്പം നമ്മൾ വിചാരിക്കും ആ തുണ്ട് CD കൈമാറി നയൻതാരയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാവുമെന്ന്. ബട്ട് അല്ല ഗൈസ്, അണ്ണൻ കളം മാറ്റി ചവിട്ടും. എന്നിട്ട് പ്രകാശിനോട് പറയും, നിനക്ക് ഈ CD വേണമെങ്കിൽ നീ മര്യാദയ്ക്ക് ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് വരണമെന്ന്, ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ലീക്ക് ആക്കും എന്ന് പറഞ്ഞ് ഒരു ഹെലികോപ്റ്ററിൽ അങ്ങ് കേറി പോകും. അപ്പൊ ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ അണ്ണന്റെ ഡാഡി ശരിക്കും പട്ടാളം വിജു എന്ന് പറയുന്ന ധീരനായ ഒരു പട്ടാളക്കാരനായിരുന്നു. പട്ടാളം ആവാൻ വേണ്ടി അണ്ണന് പ്രത്യേകിച്ച് ഡെക്കറേഷൻ ഒന്നും വേണ്ടി വന്നില്ല. ഒരു തോണി കമിഴ്ത്തി അങ്ങ് മുഖത്ത് വെക്കും. പട്ടാളം വിജു സെറ്റ്. അങ്ങനെ ഈ പട്ടാളം വിജുവിന്റെ ഒപ്പം ഉണ്ടായിരുന്ന പട്ടാളക്കാരാണ് പ്രകാശനും ഷാനും ഒക്കെ. അവരൊരു വെപ്പൺ ഡീലിന് വേണ്ടി നമ്മുടെ പട്ടാളം വിജുവിനെ ചതിച്ചു കൊല്ലും. ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. എന്നിട്ട് രാജ്യദ്രോഹിയാണെന്നും പറഞ്ഞ് അങ്ങേരുടെ ഡെഡ് ബോഡി പോലും കത്തിക്കാൻ സമ്മതിക്കാതെ ഒരു മുളക് പൊടി യൂണിവേഴ്സിൽ കൊണ്ടുപോയിടും. മാത്രമല്ല അതിനുശേഷം പട്ടാളം വിജുവിന്റെ ഭാര്യ ആ ശ്മശാനത്തിൽ ഒരേ ഇരിപ്പാണ്. അങ്ങനെ തന്റെ ഡാഡിയെ കൊന്നവനെ ആ ശ്മശാനത്തിലേക്ക് കൊണ്ടുവന്ന് മമ്മിയുടെ മുന്നിൽ നിന്ന് പ്രതികാരം തീർക്കാനാണ് വിജയണ്ണൻ ഈ കളിയൊക്കെ കളിച്ചത്. അങ്ങനെ ആ ശ്മശാനത്തിലേക്ക് പ്രകാശ് രാജും ടീംസും വരികയാണ്. അപ്പം നമ്മൾ വിചാരിക്കും പടം കഴിഞ്ഞെന്ന്, ഇനി വിജയണ്ണൻ പ്രകാശ് രാജിനെ ഇടിച്ചു കൊല്ലുമെന്നൊക്കെ. ബട്ട് അല്ല ഗൈസ്, പ്രകാശ് രാജ് അവിടെ വന്ന് വിജയണ്ണൻ ഇടിച്ചു കൂട്ടി ജീവനോടെ കുഴിച്ചിടും. അത് കണ്ടതും വിഷമം സഹിക്കാൻ വയ്യാത്ത വിജയണ്ണന്റെ മമ്മി അവിടെ കിടന്ന് സാമിക്കിട്ട് കുമ്പിടും. ആ പ്രാർത്ഥന ദൈവം കേട്ട് അവിടേക്കൊരു ടൊർണാഡോ വരികയാണ്. എന്നിട്ട് ആ മുളക് പൊടിയൊക്കെ മാറ്റി വിജയണ്ണന്റെ കണ്ണ് തുറപ്പിക്കും. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഇതും പോരാഞ്ഞിട്ട് ഇതിന്റെ ഒപ്പം പട്ടാളം വിജുവിന്റെ പ്രേതം കൂട്ടി വിജയണ്ണന്റെ ബോഡിയിലേക്ക് അങ്ങ് കേറും. പിന്നെ
പിന്നെ അവിടെ പട്ടാളം ബിജുവും വിജയണ്ണനും കൂടി പ്രകാശ് രാജിനായിട്ട് വൻ ഫൈറ്റ് ആണ്. അവസാനം പ്രകാശിനെ അടിച്ചു കിടത്തി നാട്ടുകാരൊക്കെ വിളിച്ചുകൂട്ടി പ്രകാശ് രാജിനെ കൊണ്ട് അത് പറയിപ്പിക്കും. പട്ടാളം ബിജു ഈസ് നോട്ട് എ രാജ്യദ്രോഹി എന്ന്. അത് പറഞ്ഞു കഴിഞ്ഞതും പ്രകാശിനെ വിജയണ്ണൻ കൊല്ലും. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBFI, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോ, അർജുനൻ, ബലറാം, വസുതാരദ, ലൈ ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ റേ കമ്പഗൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.